നമുക്ക് ഈ ഐബ്രോസൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താലോ? സംഭവം സിമ്പിളാണ്. ഒരു ഫേഷ്യൽ റേസർ എടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേഷ്യൽ റേസർ യൂസ് ചെയ്യാം. ആദ്യം തന്നെ അലോവേര ജെല്ല് വെച്ചിട്ടാണ് നമ്മളൊന്ന് മോയ്സ്ചറൈസ് ചെയ്യേണ്ടത്. അലോവേര ജെല്ലിൽ അതുകൊണ്ട് ഞാനൊരു സാധാരണ മോയ്സ്ചറൈസർ എടുത്തത്. പിന്നെ ഹോമിയോ നല്ല സാർ ക്രീമൊക്കെ കിട്ടും, ആഫ്റ്റർ ഷേവൊക്കെ, അതൊക്കെ ഉപയോഗിക്കാം. എൻ്റെ കഴിഞ്ഞു പോയി. എന്നെപ്പോലെ വർഷത്തിലൊരിക്കൽ ത്രെഡ് ചെയ്യുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള ഷേപ്പിംഗ് ഒക്കെ ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. നമുക്ക് ഇതുപോലെ എവിടെയാണ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് ഷേപ്പ് ചെയ്യേണ്ടത്, എക്സ്ട്രാ ഗ്രോത്ത് ഉള്ള സ്ഥലം നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ എന്താ ചെയ്യുന്നത് അറിയാൻ അതിനിടയിൽ ഒരാളെ വന്നിട്ട് എത്തി നോക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ അവളെ താഴെ കൊണ്ട് കൊടുത്തിട്ട് ബാക്കി പരിപാടി തുടങ്ങി. ഇത് സംഭവം വിചാരിച്ച പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ, കുറച്ച് പണി പെടും. അങ്ങനെ കുറച്ച് നേരത്തെ ശ്രമത്തിനൊടുവിൽ ഞാനിതാ ഗൈസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്? അങ്ങനെ ഭയങ്കര ഷേപ്പൊന്നും വന്നില്ലെങ്കിലും എക്സ്ട്രാ ഗ്രോത്തൊക്കെ പോയില്ലേ? നമുക്കിങ്ങനെ ഈസി ആയിട്ട് വീട്ടിലിതുപോലെ നമുക്ക് തന്നെ ഷേപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്തതിന് ശേഷം ഒന്നും കൂടി മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ചെറിയ പോച്ചിലൊക്കെ ഉണ്ടാവും, ചെറിയ നീറ്റിലുണ്ടാവും, സാരമില്ല, ഉറുമ്പടിക്കുന്ന വേദനയുള്ളൂ. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്കും പാർലറിനും പോകാതെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാം.